ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ ഒരു ട്രൈപോഡ് കൊണ്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാലോ. അതിന് മുമ്പ് ഈ ഒരു ട്രൈപോഡിൻ്റെ ജസ്റ്റ് ഒരു കഥ പറയാം. യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വാങ്ങിയതാട്ടോ. പക്ഷെ അത് കവർ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാനത് അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അത് എങ്ങനെയോ പൊട്ടിപ്പോയി. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ കുറേ പാർട്സ് മിസ്സിങ് ആയി. പിന്നെ അതൊരു ദിവസം ഒടിഞ്ഞ് താഴെ കിടക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ കളയാൻ തോന്നിയില്ല. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചു. വേറെ ഒരു പ്രശ്നമില്ല. അതിന് ചില പാർട്സ്, മുകളിലേക്കുള്ള പാർട്സും ആ ഒരു സ്ക്രൂവും സംഭവങ്ങളൊക്കെ മിസ്സായി. ഇപ്പോൾ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ലൂസായി പോകുന്ന അവസ്ഥയിലൊക്കെ ഇരിക്കുന്നത്. പക്ഷേ കളയാൻ തോന്നാത്തതുകൊണ്ട് എടുത്തു വെച്ചു, എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ടൊരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഇതുപോലൊരു പൊട്ടിയ ട്രൈപോഡും ഒരു 18 രൂപയുടെ ഒരു ജൂട്ട് ഷീറ്റും ഉണ്ടെങ്കിൽ നമുക്കൊരു സംഭവം ഉണ്ടാക്കിയെടുക്കാം. എന്താണെന്നറിയോ? ഒരു ബെഡ് സൈഡ് ലാമ്പ്. ഇതാണ് ആ 18 രൂപയുടെ ജൂട്ട് ഷീറ്റ്. ഇതിനെ ഒരു ഷീറ്റായിട്ട് വാങ്ങുമ്പോൾ 18 രൂപ. ഇത്രയുള്ളൊരു ഷീറ്റിന് 18 രൂപയാണ്. കുറച്ചുകൂടി വലിയ ലാമ്പ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ 2 എണ്ണം വാങ്ങി നമുക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ വലിയൊരു ഷീറ്റിന് 100 രൂപയായിരുന്നു. ഒത്തിരി വലുതായിരുന്നു. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ളൂ. എന്നിട്ട് ഇത് സ്റ്റാർ, നമ്മുടെ ക്രിസ്മസിന് സ്റ്റാർ ഇടാൻ വേണ്ടിയിട്ടൊരു ലൈറ്റ്, ഒരു ബൾബ് ഹോൾഡറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ കാണിക്കുന്ന പോലെ ട്രൈപോഡിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. ആ ട്രൈപോഡ് നമ്മുടെ നമുക്ക് എത്ര ഹൈറ്റിന് പൊക്കി വെക്കണം അതേപോലെ പൊക്കി വെക്കുക. എന്നിട്ട് ഈ ബൾബ് ഹോൾഡറോട് ചേർത്തിട്ട് അവിടെ ഇങ്ങനെ വെക്കുക. ആദ്യം ഞാൻ ഇങ്ങനെ വിചാരിച്ചു, പറയുന്നത് നല്ല എളുപ്പമാണ്, സുഖമായിട്ട് വെക്കാം എന്നൊക്കെ വിചാരിച്ചു. വെച്ച് തുടങ്ങിയപ്പോൾ ദാ കിടക്കുന്നു താഴെ. പിന്നെ അത് നൂല് വെച്ച് കെട്ടി സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ഒരു വിധത്തിൽ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ വേണ്ടാത്ത എക്സ്ട്രാ വരുന്ന ഇതെല്ലാം ഞാൻ ആ കാലുമ്മ കൂടെയൊക്കെ ചുറ്റി വെച്ച്, ട്രൈപോഡിൻ്റെ ഓരോ കാലിൽ കൂടെയൊക്കെ ചുറ്റി അങ്ങനെയൊക്കെ നിർത്താനൊക്കെ നോക്കി. പക്ഷെ നിന്നില്ല. പിന്നെ ഞാനത് ബാക്കി എക്സ്ട്രാ വന്നതെല്ലാം ചുറ്റി വെച്ചിട്ട് പിന്നെ അതിൻ്റെ പുറമെ ആ ബൾബ് വരുന്ന ഭാഗത്ത് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുകയും ചെയ്തു. ആദ്യം ബൾബ് എടുത്ത് മാറ്റിയിട്ടോ. എന്നിട്ട് ഈ ജൂട്ട് ഷീറ്റിൻ്റെ താഴെ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒരു ഹോളും ഇട്ട് കൊടുത്തു, ആ ബൾബ് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഈ ഹോൾഡറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഇതുപോലെ ഇറക്കി വെച്ച് കൊടുത്തു. എന്നിട്ട് ഫിറ്റായി നിൽക്കണം, അല്ലെങ്കിൽ ആ ബൾബ് ഊരി പോകുന്നത് പോലെ ഇതും ഇങ്ങനെ ആടിക്കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ഫിറ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തു. ആദ്യമൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെയൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ആ ബൾബ് വെച്ച് കൊടുത്തു. എനിക്ക് പേടിയുണ്ടായിരുന്നു ബൾബ് താഴെ പോകുമെന്ന്. പക്ഷേ അത് പോയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം വെക്കാതിരുന്നത്. എല്ലാം സെറ്റ് ചെയ്തിട്ട് വെച്ചാൽ പിന്നെ പോകില്ലല്ലോ. അപ്പോൾ ദാ ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ടും വിട്ടു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ അവിടെ എവിടെയൊക്കെ ഒട്ടിച്ചിട്ടൊക്കെ ഒന്ന് സ്റ്റഡിയാക്കി റെഡിയാക്കി എടുത്തു. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബെഡ് സൈഡ് ലാമ്പ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമുക്കിന് കണക്ട് ചെയ്യാം. അതെല്ലാം കണക്ട് ചെയ്ത്, ക്രിസ്മസിൻ്റെ ബൾബായതുകൊണ്ട് എല്ലാം സ്റ്റാറിൻ്റെ ബൾബായതുകൊണ്ട് എല്ലാം കണക്ട് ചെയ്തിരിക്കുകയായിരുന്നു. അത് ഇതുപോലെ വെച്ചു. ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഒന്ന് കുത്തി കൊടുത്തു വെച്ചു. ഇപ്പം നിങ്ങൾ കാണുന്നത് രാത്രിയിലെ വ്യൂ അല്ല, അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ്. ഈ ഒരു കർട്ടൻ്റെ കളർ തന്നെ ഒരു ഓറഞ്ച് കളറായതുകൊണ്ട് ഇരുട്ടായി തോന്നുന്നു റൂമിനകത്തേക്ക്. കണ്ടോ, നല്ല നട്ടുവച്ച വെയിലാണ്. അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ കർട്ടൻ മാറ്റിയത്. അപ്പോൾ രാത്രിയിലെ വ്യൂവും പകലത്തെ വ്യൂവും ഞാൻ ഒരുമിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ കർട്ടൻ നീക്കിയിട്ടത്. ഇനി ഞാനത് അവിടെ ഒന്ന് ഹാങ് ചെയ്താലോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് സ്ഥലം പോകും. ബെഡിൻ്റെ സൈഡിൽ സ്ഥലമുള്ളവർക്ക് അങ്ങനെ വെക്കാം. ഞാനിതിവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ 2 തരത്തിലുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ഒന്ന് അതുപോലെ ഹാങ് ചെയ്തിട്ടു, ഒന്ന് ഇതുപോലെ സ്റ്റാൻഡിൽ, ട്രൈപോഡിൻ്റെ സ്റ്റാൻഡിൽ ബെഡ് സൈഡ് ലാമ്പായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിടാം. അതാകുമ്പോൾ നമുക്ക് അധികം സ്ഥലമൊന്നും വേണ്ടി വരുന്നില്ല. നമുക്ക് ഉള്ള സ്ഥലത്ത് നമുക്കിതുപോലെ ലൈറ്റ്, സാധാരണ ബൾബ് ഇടുന്ന പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. രാത്രിയൊക്കെ നല്ല ലൈറ്റ്, നമ്മുടെ സാധാരണ ബൾബ് തന്നെ ആയതുകൊണ്ടല്ല, 0 വാട്ട് വേണമെങ്കിൽ ചെറിയ ലൈറ്റ് മതിയെങ്കിൽ 0 വാട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ നോർമൽ ബൾബ് ഉപയോഗിച്ചിട്ട് നല്ല ലൈറ്റാണ്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അല്ല ബെഡ് സൈഡ് ലാമ്പായിട്ട് യൂസ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്